അപ്പൊ നമ്മൾ എവിടെ നിർത്തിയെന്ന് പറഞ്ഞേ? നഡ്ഡാജി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ എല്ലാം കണ്ടിട്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഒറ്റ കുറ്റബോധമേ ഉള്ളൂ. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ഒരു 5 കൊല്ലം മുമ്പ് BJP ചേരാൻ തീരുമാനിക്കാതിരുന്നത് കേരളത്തിന് വലിയ നഷ്ടമായി പോയി എന്നുള്ള എൻ്റെ ചിന്ത. ഓ എന്നാ പിന്നെ പേടിക്കണ്ട. അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അല്ല, രക്ഷപ്പെട്ടല്ലോ, ചാവാതെ രക്ഷപ്പെട്ടല്ലോ എന്ന് പറയായിരുന്നു. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഇപ്പോ BJP-യിലാണെങ്കിൽ ചെല്ലുന്നവരെയൊക്കെ ഉപാധ്യക്ഷന്മാരാക്കാണ്. അപ്പൊ താങ്കൾ BJP-യുടെ പുതിയ വൈസ് പ്രസിഡന്റ് ആവുമോ ഇവിടുത്തെ? മനസ്സിലായില്ല എന്ന് വെച്ചാലാവും. താങ്കൾ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാണ്. LDF-ന്റെ പ്രതിനിധിയായിട്ടും UDF-ന്റെ പ്രതിനിധിയായിട്ടും പിന്നെ സ്വന്തമായിട്ടും ജയിച്ചു. അപ്പൊ താങ്കളെ പോലെ ഒരാൾ BJP-യിലേക്ക് ചെല്ലുമ്പോ മാന്യമായ അക്കോമഡേഷൻ കിട്ടേണ്ടതാണ് അല്ലേ? കിട്ടുമായിരിക്കും. തക്ക സമയത്ത് മറുകണ്ഠം ചാടിയ നിന്നെ എങ്ങനെ ഞങ്ങൾ നമ്പും? മത്സരിച്ച് കഴിഞ്ഞാൽ PC പത്തനംതിട്ട ജയിക്കോ? ഉറപ്പില്ലടാ. 100%. 1 ലക്ഷം വോട്ടിന് ഭൂരിപക്ഷം കിട്ടും, ഒരു സംശയമില്ല. നടന്നു തന്നെ. ഇതിന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം. ഏറ്റവും ലാസ്റ്റ് തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്ക് വോട്ട് കുറഞ്ഞിട്ടുള്ള പാർട്ടിയാണ് BJP. താങ്കൾ അതിൽ ചേർന്നു എന്നുള്ളത് ശരിയൊക്കെ തന്നെ. അപ്പോൾ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ ഈ കാര്യങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെയൊക്കെയാണോ? എനിക്കറിയില്ല. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. എഴുതി കേട്ടോ, മിനിമം 5 സീറ്റിൽ MP-മാർ കേരളത്തിൽ നിന്നും ഇവിടെ BJP-യുടെ താമര ചിഹ്നത്തിൽ ഇവിടെ കാണും. എഴുതി കേട്ടോ. വിശ്വാസം പോരാ. വേണ്ട, നീ വിശ്വസിക്കണ്ട. നീ രാത്രി ഡോറും തുറന്നിട്ട് വായും പൊളിച്ചിരുന്നോ? അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ?